നിങ്ങൾക്കറിയോ, ജീവൻ രക്ഷിച്ചിരുന്ന ആന്റിബയോട്ടിക്കുകൾ ഇപ്പോൾ പ്രവർത്തിക്കാതെ വരികയാണ്. അതായത് പുതിയ പഠനങ്ങൾ പ്രകാരം വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇന്ത്യക്കാർക്ക് സൂപ്പർ ബഗ് എന്ന മാരക ബാക്ടീരിയയുടെ ഏറ്റവും വലിയ തരംഗം നേരിടേണ്ടി വരുമെന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോകാരോഗ്യ സംഘടനയുടെ അതായത് WHO പുതിയ AMR റിപ്പോർട്ട് പ്രകാരം ഇതിപ്പോൾ ഒരു 6 വ്യത്യസ്ത ഇൻഫെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു ഇൻഫെക്ഷനെങ്കിലും നമ്മൾ സാധാരണ കഴിക്കുന്ന ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷി നേടിക്കഴിഞ്ഞു. ഹൈദരാബാദിലുള്ള AIG ഹോസ്പിറ്റലിലുള്ള പുതിയ പഠന പ്രകാരം ഇന്ത്യയിലുള്ള 83% പേഷ്യൻസിലും മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ഉണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന മരുന്നിനെതിരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയ കൊണ്ടാണ് അവർ നടക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് ഡേഞ്ചർ എന്നറിയോ? അതായത് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വളരെ കൂടുതലാണെങ്കിലും ഇവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റം വളരെ പുവറാണ്. ആർക്ക് വേണമെങ്കിലും ഫാർമസിയിൽ ചെന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കാം. ഇങ്ങനെ ആന്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കുന്നത് വഴി പിന്നീട് ആ മരുന്ന് വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതിപ്പോൾ ഒരു ആന്റിബയോട്ടിക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? സിമ്പിൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നമ്മളെവിടെ നിന്നും വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പഴുപ്പ്, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഡോസ് കൂടിയ മരുന്ന് എഴുതും. അതുവഴി ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ കഴിക്കുന്ന ആന്റിബയോട്ടിക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ IV ഡ്രിപ്പിന്റെ രൂപത്തിൽ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ചില ആൾക്കാരുടെ ശരീരത്തിൽ ഈ മരുന്നിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയ ഉണ്ടാവും. അവർ വഴി മറ്റുള്ളവരിലേക്കും ഈ ബാക്ടീരിയ പടരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്നറിയോ? അതായത് സ്വയം ചികിത്സ അങ്ങ് ഒഴിവാക്കുക. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ആന്റിബയോട്ടിക് ഫുൾ കോഴ്സ് അങ്ങ് കഴിക്കുക, പകുതിക്ക് വെച്ച് നിർത്തി പോകരുത്. പിന്നെ ഈ ഹോസ്പിറ്റൽസിലൊക്കെ ആന്റിബയോട്ടിക് സ്റ്റുവാർഡ്ഷിപ്പ് പ്രോട്ടോകോൾസ് ഉണ്ടാകണം. അതായത് എങ്ങനെയാണ് ഒരു ആന്റിബയോട്ടിക് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രോട്ടോകോൾസ് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ എളുപ്പത്തിൽ ചികിത്സിക്കാനായിരുന്ന അണുബാധകൾ പോലും നമ്മുടെ ജീവന് ഭീഷണിയായേക്കാം.